എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. വെക്ടേഴ്സ് എന്ന പാഠഭാഗത്തിലെ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ വെക്ടേഴ്സുകളെ കുറിച്ചും ഡിഫറെൻ്റ് ഓപ്പറേഷൻസിനെ കുറിച്ചും എല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി ആ സെഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നിരുന്ന പോയിന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനമായി പറഞ്ഞു വെച്ചത് പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് ആയിരുന്നു OP. നമുക്കറിയാം പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് P XYZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OP എന്ന് പറയും. അത് XI പ്ലസ് YJ പ്ലസ് ZK. എല്ലാവർക്കും എഴുതാൻ കഴിയണം. ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ എഴുതേണ്ടത് XI പ്ലസ് YJ പ്ലസ് ZK എന്നാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ വെക്ടർ A ഈസ് ഈക്വൽ ടു XI പ്ലസ് YJ പ്ലസ് ZK ഇങ്ങനെ ഒരു വെക്ടർ കമ്പോണൻറ്റ് ഫോമിൽ തന്നാൽ ഇതിന് കമ്പോണൻറ്റ് ഫോം ഓഫ് വെക്ടർ എന്നാണ് പറയാം. മോഡുലസ് ഓഫ് ദി വെക്ടർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് X² പ്ലസ് Y² പ്ലസ് Z². ഇപ്പോൾ X² പ്ലസ് Y² പ്ലസ് Z², ഇതാണ് മോഡുലസ് ഓഫ് വെക്ടർ A. പിന്നീട് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്ടർ. അപ്പോൾ സാധാരണ A എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിന് ഉപയോഗിക്കുന്ന സിമ്പൽ A cap എന്നാണ്. A cap അല്ലെങ്കിൽ A hat. A hat is equal to A divided by mod A. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് വെക്ടറിൻ്റെയും ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ ചോദിച്ചാൽ ദാറ്റ് വെക്ടർ ഡിവൈഡ് ബൈ ഇറ്റ്സ് മോഡുലസ് എന്നാണ്. വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ് മറക്കരുത്. യൂണിറ്റ് വെക്ടർ മീൻസ് വെക്ടർ ഡിവൈഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. പിന്നീട് നമ്മൾ പറഞ്ഞത് രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അവർ തമ്മിലുള്ള കണ്ടീഷൻസ് അല്ലേ. ടു വെക്ടേഴ്സ് ആർ പാരലൽ then A equal to lambda b. One vector can be represented as a scalar times the other vector എന്നാണ്. അതിന് നമ്മൾ മറ്റൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർത്ത് നോക്കൂ. ഒരു പ്രൊപ്പോർഷണാലിറ്റി കണ്ടീഷൻ. ഒന്നാമത്തെ വെക്ടേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് A1 B1 C1, രണ്ടാമത്തേതിൻ്റെത് A2 B2 ആണെങ്കിൽ C2 ആണെങ്കിൽ A1 by A2 is equal to B1 by B2 is equal to C1 by C2. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. നമുക്ക് നോക്കാം. പിന്നീട് നമ്മൾ പറഞ്ഞത് രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ രണ്ട് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് P Q തന്നു കഴിഞ്ഞാൽ X1 Y1 Z1 X2 Y2 ആൻഡ് Z2 ആണെങ്കിൽ വാട്ട് ഈസ് വെക്ടർ PQ? PQ എങ്ങനെ കാണും? നമ്മൾ സെക്കൻഡ് വെക്ടറിൽ നിന്ന് OQ മൈനസ് OP എന്നാണ് പഠിച്ചത് അല്ലേ. പൊസിഷൻ വെക്ടർ ഓഫ് Q മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് P. രണ്ടാമത്തതിൽ നിന്ന് ഒന്നാമത് മൈനസ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും PQ? ഇങ്ങനെ എഴുതണം. X2 മൈനസ് X1 ഇൻറ്റു I പ്ലസ് Y2 മൈനസ് Y1 ഇൻറ്റു J പ്ലസ് Z2 മൈനസ് Z1 ഇൻറ്റു K. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ ജോയിനിങ് പോയിന്റ്സ് എഴുതാനുള്ള ഫോർമുല. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 6 എന്നാണ് തുടങ്ങുക. കാരണം നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് നമ്പേഴ്സാണ്. Okay, question number 6. Find x, y, z so that the vectors A equal to xi plus 2j plus zk, b equal to 2i plus yj plus k are equal. ഇവിടെ രണ്ട് വെക്ടേഴ്സ് തുല്യമാവണമെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ എന്തായിരിക്കുമെന്നാണ് ചോദ്യം. നോക്കൂ, നിങ്ങൾ രണ്ട് വെക്ടറും കമ്പോണൻറ്റ് ഫോമിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രണ്ട് വെക്ടറും തുല്യമാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തുല്യമാവേണ്ടി വരും? കറസ്പോണ്ടിങ് കമ്പോണൻസ് തുല്യമാവേണ്ടി വരും അല്ലേ. ടു വെക്ടേഴ്സ് ആർ ഈക്വൽ ദെൻ ദെയർ കറസ്പോണ്ടിങ് കമ്പോണൻസ് ആർ ഈക്വൽ. എന്താ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് കമ്പോണൻറ്റ്, ഇവിടെ എക്സ് കമ്പോണൻറ്റ്, വൈ സെഡ് അല്ലേ. അപ്പോൾ ഈ എക്സിൻ്റെ ഈ ഐയുടെ കമ്പോണൻ്റ് അല്ല, ഈ ഐയുടെ കൂടെ നിൽക്കുന്ന ആളും ഈ ഐയുടെ കൂടെ നിൽക്കുന്ന ആളും സെയിം ആവണ്ടേ, എന്നാലല്ലേ രണ്ട് വെക്ടേഴ്സ് തുല്യമാവും. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, എക്സ് ഇസിക്കൽ ടു 2 വരണം. ഈ എക്സ് ഇസിക്കൽ ടു 2 വന്നാലല്ലേ ഇത് രണ്ടും ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ വൈ എന്തായിരിക്കണം? വൈ ഇസിക്കൽ ടു 2 ആയിരിക്കണം. സെഡ് ഇവിടെ എന്തായിരിക്കും? നോക്കൂ, ഇവിടെ കെയുടെ കൂടെ സെഡ് ആണ്, ഇവിടെ കെയുടെ കൂടെ എന്താ ഉള്ളത്? 1 ആണ്. വാട്ട് ഈസ് സെഡ്? സെഡ് ഇസിക്കൽ ടു 1 ആയിരിക്കണം അല്ലേ. സോ A ഈക്വൽ ടു B ഇംപ്ലൈസ് എക്സ് ഇസിക്കൽ ടു 2, വൈ ഇസിക്കൽ ടു 2 ആൻഡ് സെഡ് ഇസിക്കൽ ടു 1. ജസ്റ്റ് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let A is equal to I plus 2j, B equal to 2i plus j. Find magnitude of A, magnitude of B. Are the vectors equal എന്നാണ് ചോദ്യം. എന്താ മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ A equal to xi plus yj ആണെങ്കിൽ എന്താ വാട്ട് ഈസ് മോഡുലസ് ഓഫ് A എന്ന് പറഞ്ഞു നോക്കൂ. മോഡുലസ് ഓഫ് A is equal to root of x² plus y² അല്ലേ. ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഡുലസ് ഓഫ് എ നിങ്ങൾ സ്വന്തമായിട്ട് പറയും. മോഡുലസ് ഓഫ് എ = √1 + 4. ഐയുടെ കോഎഫിഷ്യന്റ് 1 അല്ലേ. 1² + 2².
equal to root 5. What is mod b? Mod b. പറയൂ. Mod b is equal to root of 4 plus 1. ഇതിൻ്റെ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതിൻ്റെ ആൻസറും സെയിം ആണ്. സോ mod a is equal to mod b എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? രണ്ടും സെയിം ആണ്. പക്ഷേ ഈ രണ്ട് വെക്റ്റേഴ്സും തുല്യമാണോ? ഇവിടെ നോക്കൂ, നിങ്ങൾ രണ്ട് വെക്റ്റേഴ്സും തുല്യമാണോ? എയും ബിയും തുല്യമാവണമെങ്കിൽ ഐൻ്റെ കൂടെയുള്ള ആളും ഐയുടെ കൂടെയുള്ള നമ്പറും സെയിം ആവണ്ടേ? ഇവിടെ സെയിം ആണോ? അല്ലല്ലോ. ബിയുടെ കൂടെയുള്ള നമ്പർ സെയിം ആണോ? അല്ല. അപ്പോൾ എയും ബിയും ഈക്വൽ ആണോ? അല്ല. പക്ഷേ മോഡുലസ് ഈക്വൽ ആണോ? മോഡുലസ് ഈക്വൽ ആണ്. mod a is equal to mod b is correct, but വെക്റ്റർ എ നോട്ട് ഈക്വൽ ടു വെക്റ്റർ ബി. എപ്പോഴാണ് രണ്ട് വെക്റ്റർ ഈക്വൽ ആവുക? മാഗ്നിറ്റ്യൂഡ് മാത്രം സെയിം ആയാൽ മതിയോ? പോരാ, ഡയറക്ഷനും സെയിം ആവണം. ഡയറക്ഷൻ സെയിം ആവണമെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ് സെയിം ആയിരിക്കണം. ഓക്കെ, ശരി. Let us move to next question. Question number 8. Write two vectors which are not equal having same magnitude. Same magnitude വരണം, പക്ഷേ തുല്യമാവാൻ പാടില്ല. അങ്ങനെയുള്ള രണ്ട് വെക്റ്റേഴ്സ് പറയാനാണ് പറഞ്ഞത് അല്ലേ? ഈക്വൽ ആണെങ്കിൽ സെയിം മാഗ്നിറ്റ്യൂഡ് വരും, ഈക്വൽ അല്ലാത്തത് പറയണം. നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞില്ലേ? നോക്കൂ നിങ്ങൾ, ഈ വെക്റ്റർ നോക്കൂ, y + 2j. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് 1 + 4 അല്ലേ? 1 സ്ക്വയർ + 2 സ്ക്വയർ. അപ്പോൾ 1 + 4 is equal to root 5. കറക്റ്റ്. ഇനി ഞാൻ ഇത് നേരെ തിരിച്ച് എഴുതി. വെക്റ്റർ b is equal to 2i + j എന്ന് എഴുതി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാലോ? മാഗ്നിറ്റ്യൂഡ് ഓഫ് b എന്തായിരിക്കും? റൂട്ട് ഓഫ് 2 സ്ക്വയർ + 1, 5 അല്ലേ കിട്ടാം. ഇത് നമുക്ക് എങ്ങനെ ഏത് ഓർഡറിൽ എഴുതിയാലും റൂട്ട് 5. ഈ രണ്ട് വെക്റ്റേഴ്സും തുല്യമാണോ? അല്ല. ഈ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് തുല്യമാണോ? ആണ്. സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് നോട്ട് ഈക്വൽ. ഓക്കെ, ഇനി വേണമെങ്കിൽ ഞാൻ ഈ ഓപ്ഷൻ മാറ്റിയിട്ട് പ്ലസ് ജെക്ക് പകരം മൈനസ് ജെ എഴുതിയാലോ? മൈനസ് ജെ എഴുതിയാൽ എന്തായിരിക്കും മാഗ്നിറ്റ്യൂഡ്? നോക്കാം നമുക്ക്. 2i - j എന്ന് എഴുതി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് -1ൻ്റെ സ്ക്വയർ. എന്താ -1ൻ്റെ സ്ക്വയർ? അത് 1 തന്നെയല്ലേ? അപ്പോൾ അപ്പോഴും കിട്ടും റൂട്ട് ഓഫ് 4 + 1. ഇനി ഇവിടെ മൈനസ് ഇട്ടാലോ? ഇവിടെ മൈനസ് ഇട്ടാൽ ഏത് ഓപ്ഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ബട്ട് ദ വെക്ടേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ a 2i + 3j + k a i + j + k. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, രണ്ടും സെയിം ആണ് അല്ലേ? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എ ക്യാപ്പാണ് കാണേണ്ടത് അല്ലേ? എ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ എ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ് എന്നാണ്. വെക്ടർ എ ഡിവൈഡ് ബൈ മോഡുലസ്. ഈ വെക്ടർ എയുടെ മോഡുലസ് എന്താണ്? വാട്ട് ഈസ് മോഡുലസ് ഓഫ് എ? നിങ്ങളൊന്ന് പറയൂ ആൻസർ. mod a is equal to root of പറയൂ. റൂട്ട് ഓഫ് കറക്റ്റ് ആണ്. റൂട്ട് ഓഫ് 4 + 9 + 1 ശരിയല്ലേ? റൂട്ട് ഓഫ് 4 + 9 + 1 4 + 9 + 1 അല്ലേ? x² + y² + root 14. അങ്ങനെയാണെങ്കിൽ എ ക്യാപ്പ് എന്താണ്? എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വെക്ടർ ബൈ ഇറ്റ്സ് മോഡുലസ്. ഇപ്പോൾ 2i + 3j + k ഡിവൈഡ് ബൈ root 14. ഇതാണ് ഇതിൻ്റെ ആൻസർ. കണ്ടോ നിങ്ങൾ? ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചാൽ മതി ആൻസർ. വെക്ടർ എ ഡിവൈഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ പറയുന്നതിന് മുമ്പേ ഒന്ന് പറയൂ. വാട്ട് ഈസ് mod a? mod a is equal to root of 1 square + 1 square + 1 square root 3 അല്ലേ? root 3 കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? യൂണിറ്റ് വെക്ടർ is equal to i + j + k ഡിവൈഡഡ് ബൈ root 3. വെക്ടർ എ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ വെക്ടർ എ എന്ന് വേണം. ശരി. ക്വസ്റ്റ്യൻ നമ്പർ 10. ഫൈൻഡ് എ വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ എ i - 2j which has magnitude 8 units. ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന്. ആലോചിച്ച് നോക്കിയോ? വെക്ടർ എ തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ് ആയ വെക്ടർ കാണും ഇതേ ഡയറക്ഷനിൽ വരുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്ടർ കാണാൻ നമ്മളിപ്പോൾ പഠിച്ചല്ലോ. എന്താ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് അല്ലേ? മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് വരുന്നത് കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 8 വരുന്നത് നമുക്ക് കിട്ടില്ലേ? 1 യൂണിറ്റ് ഉള്ളത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 8 യൂണിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഫസ്റ്റ് വി ഫൈൻഡ് യൂണിറ്റ് വെക്ടർ അല്ലേ? എന്താ യൂണിറ്റ് വെക്ടർ? എ ക്യാപ്പ് എ ഡിവൈഡ് ബൈ mod a. എന്താ mod a ഇവിടെ? വാട്ട് ഈസ് mod a? റൂട്ട് ഓഫ് 1 + 4 അല്ലേ? റൂട്ട് ഓഫ് 1 + 4 1 സ്ക്വയർ പ്ലസ് -2ൻ്റെ സ്ക്വയർ വീണ്ടും +4 ആണ്. റൂട്ട് ഓഫ് a² + b² അല്ലേ? റൂട്ട് 5 കിട്ടും. വാട്ട് ഈസ് യൂണിറ്റ് വെക്ടർ? a ബൈ mod a i - 2j ഡിവൈഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. ഇപ്പോൾ റെഡി ആയല്ലോ. അതാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ മീൻസ് വാട്ട്? വെക്ടർ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് അല്ലേ? ഇതിൻ്റെ 1 യൂണിറ്റ് ആണ്. ചോദ്യം എന്താ നോക്കൂ നിങ്ങൾ? 8 യൂണിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 8 എ ക്യാപ്പ് ചെയ്താൽ മതി. 8 എ ക്യാപ്പ് ആണ് ഇതിൻ്റെ ആൻസർ. സോ 8 ബൈ root 5 ഇൻറ്റു ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആൻസർ 8 ബൈ root 5 ഇൻറ്റു i - 2j.
ഇവിടെ ഈ മോഡുലസിനകത്ത് വെക്റ്റർ എ എന്ന് എഴുതണം. ഇത് ബൈ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഇവിടെ ഇതാ ഈ മോഡൽ തന്നെ ഇവിടെ എഴുതണം. ഇത് ഇവിടെ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. ഇവിടെ വെക്റ്റർ എ എന്ന് എഴുതണം. ശരി, അപ്പോൾ ആൻസർ നോക്കൂ നിങ്ങൾ. മാഗ്നിറ്റ്യൂഡ് 8 ചോദിച്ചപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മാഗ്നിറ്റ്യൂഡ് 5 ചോദിച്ചാൽ 5 ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ചെയ്യണം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് 10 ചോദിച്ചാൽ 10 ഇൻറ്റു എ ക്യാപ്പ് ചെയ്താൽ മതി. എ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1. അപ്പോൾ 10 ചോദിച്ചെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 8 ചോദിച്ചാൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ നിങ്ങൾ. ഫൈൻഡ് a unit vector in the direction of the sum of the vectors a 2i plus 2j minus 5k and b equal to 2i plus j plus 3k. യൂണിറ്റ് വെക്ടർ കാണാനുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ സം ഓഫ് ദി വെക്ടേഴ്സ്, സം എന്ന് പറഞ്ഞാൽ എന്താ? എയുടെയും ബിയുടെയും സം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി. സോ എ പ്ലസ് ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ പ്ലസ് ബി ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ചെയ്യണം അല്ലേ? വാട്ട് ഈസ് എ പ്ലസ് ബി? സാധാരണ അഡീഷൻ നോക്കും നിങ്ങൾ. ഇതെങ്ങനെ ആഡ് ചെയ്യും നമ്മൾ? ഈ ഐയുടെ കൂടെയുള്ള ആളും ഐയുടെ കമ്പണൻറ്റും രണ്ടും ആഡ് ചെയ്യും. സെയിം ലൈക്ക് ടേംസ് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? ലൈക്ക് ടേംസ് എന്നതിന് പറയാം അല്ലേ? 2i 4i ആവും അല്ലേ? 2j പ്ലസ് ജെ എത്രയായിരിക്കും? 3j മൈനസ് 5k പ്ലസ് 3k. -5 പ്ലസ് 3 കൂടിയാൽ -2 അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? എ പ്ലസ് ബി. എ പ്ലസ് ബി ഇസിക്കൽ 4i പ്ലസ് 3j മൈനസ് 2k. ഇതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? വാട്ട് ഈസ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ. അപ്പോൾ 16 പ്ലസ് 9 പ്ലസ് 4 റൂട്ട് 29 എന്ന ആൻസർ കിട്ടും. വാട്ട് ഈസ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് സം ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബിയുടെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ. ഏത് ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ചോദിച്ചാലും എന്താണ് ചെയ്യേണ്ടത്? ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് എന്ന് എഴുതണം. ഇവിടെ എ പ്ലസ് ബി ആണ് അല്ലേ? എ പ്ലസ് ബി ആകുമ്പോൾ എന്തായിരിക്കും ആൻസർ? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ മോഡ് എ പ്ലസ് ബി. ഇപ്പോൾ എ ആണെങ്കിൽ എ ബൈ മോഡ് എ, ബി ആണെങ്കിൽ ബി ബൈ മോഡ് ബി, എ മൈനസ് ബിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ എ മൈനസ് ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ മൈനസ് ബി. 2a പ്ലസ് ബി ആണെങ്കിൽ 2a പ്ലസ് ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് 2a പ്ലസ് ബി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഇവിടെ എ പ്ലസ് ബി ഇതോടെ റെഡി ആണല്ലോ ആൻസർ. 4i പ്ലസ് 3j മൈനസ് 2k ഡിവൈഡ് ബൈ റൂട്ട് 29. ക്ലിയർ? റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഷോ ദാറ്റ് ദി വെക്ടേഴ്സ് ആർ കൊലീനിയർ. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് തെളിയിക്കണം. പാരലൽ ആണ്. കൊലീനിയർ മീൻസ് പാരലൽ എന്ന് തെളിയിച്ചാൽ മതിയേ. അപ്പോൾ നമുക്ക് പാരലൽ തെളിയിക്കാൻ രണ്ട് രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഇതിൻ്റെ കോഎഫിഷ്യൻസ് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് പ്രൊപ്പോർഷണൽ ആണെന്ന് കാണിക്കാം, അല്ലെങ്കിൽ ലാംഡ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കാം. നമുക്ക് രണ്ട് രൂപത്തിലൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ഇതിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ a1 b1 c1 എന്നാണ് സാധാരണ പേര് കൊടുക്കുക. a1 = 2, b1 = -3, c1 = 4. ശരിയല്ലേ? a1 b1 c1. ഇവിടെ എന്ത് പേര് കൊടുക്കുക? a2 -4, b2 6, c2 -8. ഇനി ആ കണ്ടീഷൻസ് ശരിയാണോ നോക്കുകയാണ്. a1/a2. അപ്പോൾ ഈ 1 1 1 കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് വെക്ടർ എന്നാണ്. ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഫസ്റ്റ് എന്ന് കൊടുത്ത്. സെക്കൻഡ് വെക്ടറിന് ഫുള്ള് സെക്കൻഡാണ് കൊടുത്ത്. കണ്ടോ? 2 2 2 കണ്ടില്ലേ? പിന്നെ ഓർഡറിലാണ് a b c, a1 b1 c1, a2 b2 c2. a1/a2 ശരിയാണ്. നമുക്ക് നോക്കാം. a1/a2 എന്ന് പറഞ്ഞാൽ എന്താ? 2/-4. ശരിയല്ലേ? b1/b2 എന്താണ്? -3/6. ഓക്കെ. c1/c2 4/-8. ഇത് മൂന്നും ശരിയാണോ നോക്കൂ. ഇത് മൂന്നും ഒരേ നമ്പർ ആണെങ്കിൽ ഇത് പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ കൊലീനിയർ ആയിരിക്കും. മൂന്നും ശരിയല്ലേ? ഇത് 1/2 1/2 1/2 ഫുള്ള് നെഗറ്റീവ് 1/2 അല്ലേ? നോക്കൂ നിങ്ങൾ, എല്ലാം ശരിയാണ് അല്ലേ? അപ്പോൾ a1/a2 = b1/b2 = c1/c2 എന്നുള്ള കണ്ടീഷൻ റെഡിയാണ്. therefore we say these two vectors are collinear. collinear means parallel. ഇനി നമുക്ക് കൊലീനിയാരിറ്റിക്ക് മറ്റൊരു കണ്ടീഷൻ പഠിച്ചിരുന്നു. b = λa അല്ലേ? ഒരു വെക്റ്റർ മറ്റൊരു വെക്ടറിൻ്റെ സ്കെലാർ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കൊലീനിയർ ആണെങ്കിൽ. നമുക്ക് നോക്കാം. ബി എന്ന് പറഞ്ഞ വെക്ടർ ഞാൻ ആദ്യം എഴുതുന്നു. -4i + 6j - 8k. റെഡി. ഇതിൽ നിന്ന് -2 കോമൺ ഫാക്ട് എടുക്കുന്നു. എന്താണ്? -2. -2 പുറത്തേക്ക് ചാടിച്ചാൽ ബാക്കി ബാലൻസ് എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ -2 പോന്നാൽ എന്താ ഉണ്ടാവുക? 2 ഉണ്ടാവും അല്ലേ? ഇവിടെ -3 ഉണ്ടാവും, ഇവിടെ 4 ഉണ്ടാവും. 2i - 3j + 4k. ഇനി സംശയമുള്ളവരൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. -2 × -2 -4. റെഡി. -2 × -3 ഉണ്ടോ? -2 × -3 +6 അല്ലേ? ഒന്ന് നോക്കൂ. ഫൈനലി -2 × 4 -8. എല്ലാം റെഡി അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ബ്രാക്കറ്റിനകത്ത് കാണുന്ന വെക്ടർ ആക്ച്വലി എന്താ? ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ ഒന്ന്. ഇത് എ എന്ന് പറഞ്ഞ വെക്ടറിലേ നോക്കൂ. therefore b = -2a, b = λa അല്ലേ? b = λa എന്ന് കിട്ടിയില്ലേ? ഇവിടെ ലാംഡ എന്താ നോക്കൂ നിങ്ങൾ. ലാംഡ ഒരു സ്കെലാർ ആണ്, -2. so we can say using this result
എ ഈസ് പാരലൽ ടു ബി. അങ്ങനെയും നമുക്ക് രണ്ട് രൂപത്തിലും ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. ഏതെങ്കിലും ഒരു രൂപത്തിലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദി വെക്ടേഴ്സ് എ ki plus 3j b equal to 4i plus j are collinear. ഈ രണ്ട് വെക്ടേഴ്സും പാരലൽ ആണെങ്കിൽ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് കെ എന്നാണ്. ഇപ്പോൾ കൊലീനിയർ എന്ന് തന്നിട്ടുണ്ട്, പാരലൽ എന്ന് തന്നിട്ടുണ്ട്. പാരലൽ മീൻസ് വാട്ട്? നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു a1/a2 = b1/b2 എന്ന് പറഞ്ഞില്ലേ. ഇതാണ് a1, ഇതാണ് b1. ശരി, a1 b1. ഇവിടെ മൂന്നാമത്തെ ടേം ഇല്ല, അത് 2 dimension ആണ്. ഓക്കെ, ഇത് a2, ഇത് b2. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ? a1/a2 = b1/b2 അല്ലേ? കാരണം എന്താ? കൊലീനിയർ എന്ന് തന്നിട്ടുണ്ടല്ലോ. സോ വി ക്യാൻ റൈറ്റ് k/4. a parallel to b means k/4 is equal to 3/1 അല്ലേ? k/4 is equal to 3/1. so what is k? പറയൂ. k is equal to, yes, k is equal to 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ k is equal to 12. ready? next question. find the vector joining points p 2 3 0 q -1 -2 -4. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ വെക്റ്റർ പി ക്യു എഴുതും എന്നുള്ളത്. എങ്ങനെ എഴുതും നമ്മൾ പഠിച്ചല്ലോ. വെക്റ്റർ പി ക്യു മീൻസ് വാട്ട്? ഒ ക്യു മൈനസ് ഒ പി. രണ്ടാമത്തതിൽ നിന്ന് ഒന്നാമത്തത് മൈനസ് ചെയ്തിട്ട് എഴുതണം. അതാണ് അതിൻ്റെ റൂള്. വെക്റ്റർ പി ക്യു = പൊസിഷൻ വെക്ടർ ഓഫ് ക്യു മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് പി എന്ന് പറഞ്ഞാൽ ഈ വെക്ടറെ മൈനസ് ഈ വെക്ടർ ആക്കി എഴുതിയാൽ മതി. തൽക്കാലം നമുക്ക് ഈ രണ്ട് നമ്പർ മാത്രം ഉപയോഗിച്ചിട്ട് i j k കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ വരും നോക്കൂ നിങ്ങൾ. ഇവിടുന്ന് തുടങ്ങേണ്ടത് -1 -2 എന്ന് എഴുതണം കേട്ടോ. x2 - x1. ഇതാണ് x1 y1 z1, x2 y2 z2. ഓക്കെ, x2 - x1. പണ്ട് ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? x2 - x1 × i. അപ്പോൾ -1 - 2 × i പ്ലസ് -2 - 3 × j പ്ലസ് -4 - 0 × k. ഇതാണ് വെക്റ്റർ എഴുതുമ്പോൾ i j k എഴുതണം, മറക്കരുത്. സോ -3i -5j -4k എന്നാണ് വെക്റ്റർ പി ക്യൂവിൻ്റെ ആൻസർ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇത് ഇമ്പോർട്ടൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദി പോയിന്റ്സ് a 2i - j + k, b i - 3j - 5k and c 3i - 4j - 4k are vertices of a right angled triangle. ചോദ്യം ശരിക്കും വായിച്ചു നോക്കൂ നിങ്ങൾ. ഈ 3 പോയിന്റ്സ് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് ആണ് തെളിയിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊന്നും സൈഡ്സ് അല്ല കേട്ടോ. ഇതൊന്നും സൈഡ്സ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം വെർട്ടക്സുകളാണ്. വെർട്ടക്സ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ആണ് ശരിക്കും. ഇതിന് നമുക്ക് വേണമെങ്കിൽ പോയിന്റ് ആയിട്ട് എഴുതാം. എങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതുക? 2 - 1 1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇതോ 1 - 3 - 5 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇതോ 3 - 4 - 4. അപ്പോൾ പോയിന്റ് ആക്കിയിട്ട് എഴുതുന്നതിന് പകരം പിന്നെ പൊസിഷൻ വെക്ടറായിട്ട് തന്നതാണ്. അപ്പോൾ രണ്ട് രൂപത്തിൽ തരാം ക്വസ്റ്റ്യൻസ് കേട്ടോ. അത് വെർട്ടക്സിന് ഓർഡേർഡ് ട്രിപ്പിൾസ് ആയിട്ട് പോയിന്റ് ആയിട്ട് തരും, അല്ലെങ്കിൽ വെക്ടറായിട്ടും തരും. എങ്ങനെ തന്നാലും ഇത് ഒരു പോയിന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വെക്ടർ എ ബി ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വെക്ടർ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യണം, ഒ ബി മൈനസ് ഒ എ ചെയ്യണം. നമുക്ക് നോക്കാം. വാട്ട് ഈസ് വെക്ടർ എ ബി? ഒ ബി മൈനസ് ഒ എ. ഇതാണ് ഒ ബി ആണ് ഇവിടെ കാണുന്നത്. i - 3j - 5k. അതിൽ നിന്ന് എ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ 1 അല്ലേ ഉള്ളത്. 1 - 2 × i. നോക്കണേ, 1 - 2 × i. നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ പ്ലസ്, വീണ്ടും പ്ലസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എപ്പോഴും സെൻറ്ററിൽ പ്ലസ് കൊടുത്താൽ മതി. പിന്നെ -3 - -1 -3 - -1 എന്ന് പറഞ്ഞാൽ -3 + 1j പ്ലസ് -5 - 1k. ഉണ്ടോ? ഇങ്ങോട്ട് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് മൈനസ് ചെയ്തിട്ട് എഴുതണം. സോ ദ ആൻസർ ഈസ് -i - 2j - 6k. റെഡി? ഇനി നമുക്ക് ബി സി ചെയ്യണം. ബി സി, വാട്ട് ഈസ് ബി സി? സിയിൽ നിന്ന് ബി കുറക്കണം. ഇതാ 3 - 1 × i എന്ന് എഴുതി നോക്കാം നമുക്ക്. 3 - 1 × i പ്ലസ് -4 + 3 അല്ലേ? -4 - -1 -4 + 3j പ്ലസ് -4 + 5k. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 2i - j + k എന്നായിരിക്കും ആൻസർ. എ സി എങ്ങനെ ചെയ്യും? എ സി = ഇനി സിയിൽ നിന്ന് എ മൈനസ് ചെയ്യണം. 3 - 2 ഉണ്ടോ? എയും സി ആണ് നോക്കേണ്ടത്. സിയിൽ നിന്ന് എ മൈനസ് ചെയ്താൽ 3 - 2 × i പ്ലസ് -4 + 1j പ്ലസ് -4 - 1k. അപ്പോൾ എ സിയും കറക്റ്റ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സിയിൽ നിന്ന് എ മൈനസ് ചെയ്തിട്ട് എഴുതിയതാണ്.
സോ ദ ആൻസർ ഈസ് I minus 3j minus 5. ഇപ്പോൾ 3 സൈഡ്സ് നമുക്ക് കിട്ടി. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് റെഡി ആയിട്ടുണ്ട്. സൈഡ്സിൻ്റെ വെക്ടറാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത് കാണണം, മാഗ്നിറ്റ്യൂഡ് കാണണം. നമുക്ക് റൈറ്റ് ട്രയാങ്കിളല്ലേ തെളിയിക്കേണ്ടത്. ഇപ്പോൾ പൈതഗോറസ് തിയറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 സൈഡ്സിൻ്റെ ലെങ്ത് കാണണം, മാഗ്നിറ്റ്യൂഡ്. എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് AB നമ്മൾ പഠിച്ചല്ലോ. വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് AB? റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ അല്ലേ. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്തായിരിക്കും ആൻസർ? 1 പ്ലസ് 4 പ്ലസ് 36 റൂട്ട് 41. BCയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? റൂട്ട് ഓഫ് 4 പ്ലസ് 1 പ്ലസ് 1 റൂട്ട് 6. ACയുടെ മാഗ്നിറ്റ്യൂഡോ? റൂട്ട് ഓഫ് 1 പ്ലസ് 9 പ്ലസ് 25 അല്ലേ. റൂട്ട് ഓഫ് 1 പ്ലസ് 9 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ റൂട്ട് 35. അങ്ങനെ 3 വെക്ടേഴ്സിൻ്റെയും 3 സൈഡ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കിട്ടി. 3 ലെങ്ത് ആണ് ഇത് കേട്ടോ. ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് ആണ് ഇവിടെ കാണുന്നത്. റൂട്ട് 41, റൂട്ട് 6, റൂട്ട് 35. എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് AB എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? പണ്ടത്തെ AB തന്നെയല്ലേ. ഇത് വെക്ടർ അല്ലല്ലോ, ഇത് സ്കെലാർ അല്ലേ. A നിന്ന് Bയിലേക്കുള്ള ലെങ്ത് ആണല്ലോ ഇത് നിങ്ങൾ കാണുന്നത് റൂട്ട് 41. BCയുടെ ലെങ്ത് ആണല്ലോ റൂട്ട് 6. ACയുടെ ലെങ്ത് ആണല്ലോ റൂട്ട് 35. ഇനി നമുക്ക് എന്ത് നോക്കാം? ഇതിൻ്റെ സ്ക്വയർ നോക്കാം. ABയുടെ സ്ക്വയർ എന്താ നോക്കും നിങ്ങൾ? ABയുടെ സ്ക്വയർ 41 അല്ലേ. സ്ക്വയർ പോയി, സ്ക്വയർ റൂട്ട് പോയി. BC സ്ക്വയറും AC സ്ക്വയറും കൂട്ടി നോക്കാം നമുക്ക്. BC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്താ നോക്കും നിങ്ങൾ? 6 റൂട്ട് 6ൻ്റെ സ്ക്വയർ 6 പ്ലസ് റൂട്ട് 35ൻ്റെ സ്ക്വയർ 35. സോ വാട്ട് ഈസ് BC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ? 6 പ്ലസ് 35 = 41. നോക്കൂ നിങ്ങൾ, രണ്ട് ഇക്വേഷൻസും സെയിം അല്ലേ. സോ വാട്ട് വി ക്യാൻ സേ? AB സ്ക്വയർ ഈസ് ഈക്വൽ ടു BC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. ചിത്രത്തിലേക്ക് നോക്കൂ. AB സ്ക്വയർ ഈസ് ഈക്വൽ ടു BC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ വന്നാൽ ട്രയാങ്കിൾ എന്തായിട്ട് മാറും? ട്രയാങ്കിൾ ബിക്കംസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പണ്ട് ഫസ്റ്റ് ഇയറിൽ ഡിസ്റ്റൻസ് ഫോർമുല ഇത് ചെയ്തിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് AB നമ്മൾ പഠിച്ചത്? x2 മൈനസ് x1 അങ്ങനെയല്ലേ പഠിച്ചത്. AB ഈസ് x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ്. അതന്നെയല്ലേ ഇവിടെ ചെയ്തത്. നോക്കൂ നിങ്ങൾ, വെക്ടർ AB ചെയ്യാന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 പ്ലസ് y2 മൈനസ് y1 അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എന്ത്? റൂട്ട് 41. അതിൻ്റെ സ്ക്വയർ ആണെന്ത്? 41. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല തന്നെയാണ് ഇവിടെ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. നമ്മൾ വെക്ടറായിട്ട് പറയുമ്പം പൊസിഷൻ വെക്ടർ ഓഫ് B മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് A എന്ന് പറയും ABക്ക്. ഓക്കെ, അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഇൻ ഫിഗർ വിച്ച് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഒബ്സർവ് ചെയ്യൂ നിങ്ങൾ. ആദ്യം പറഞ്ഞിരിക്കുന്നത് AB പ്ലസ് BC പ്ലസ് CA = 0. അങ്ങനെ 4 കണ്ടീഷൻസ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയാകുന്നത് ശരിയാവാത്തത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇത് ട്രയാങ്കിളിലോ എഴുതിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? AB പ്ലസ് BC = AC എന്നല്ലേ നമ്മൾ പഠിച്ചത്. AB പ്ലസ് BC = AC. കറക്റ്റ്. ഈ AB പ്ലസ് BC = ACയുടെ ഈ ACയെ നമ്മൾ ഇങ്ങോട്ട് സൈഡ് മാറ്റിയാൽ എന്താ സംഭവിക്കുക? AB പ്ലസ് BC ഇങ്ങോട്ട് എടുത്താൽ സാധാരണഗതിയിൽ മൈനസ് AC എന്നാവും അല്ലേ. AB പ്ലസ് BC മൈനസ് AC = 0. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ. കണ്ടോ നിങ്ങൾ? AB പ്ലസ് BC മൈനസ് AC = 0. അപ്പോൾ ഇത് ശരിയല്ലേ? ദിസ് ഈസ് കറക്റ്റ്. ഓക്കെ, ഇനി ഞാൻ ഈ ACയെ മൈനസ് ACയുടെ ഈ മൈനസ് ഒഴിവാക്കുകയാണ്. മൈനസിന് പകരം ഞാൻ പ്ലസ് എഴുതാണ്. അങ്ങനെ ഇത് മൈനസ് ഒഴിവാക്കി പ്ലസ് ആക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ACയെ തിരിച്ചെഴുതിയാൽ മതി. ACക്ക് പകരം ഞാൻ CA എന്ന് എഴുതുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും. അതാണ് ABയും BAയും തമ്മിലുള്ള കണക്ഷൻ. നോക്കൂ നിങ്ങൾ, ABയും BAയും തുല്യമാണോ? അല്ല, നെഗറ്റീവാണ്. ABയുടെ നെഗറ്റീവ് അല്ലേ BA. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് പൊസിഷനും ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ ഒരു നെഗറ്റീവും കൂടെ വരും. അപ്പോൾ ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പോൾ AB പ്ലസ് BC പ്ലസ് CA = 0 ആവും. കണ്ടോ? ഇത് ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ മൈനസിൽ എന്നതായി? പ്ലസ് ആയി. അപ്പോൾ AB പ്ലസ് BC പ്ലസ് CA = 0. നോക്കൂ, ഇത് ഒന്നാമത്തെ കണ്ടീഷനല്ലേ. അപ്പോൾ ഒന്നാമത്തത് റെഡിയായി. ഓക്കെ, ഇനി ഒന്നാമത്തതും ലാസ്റ്റത്തും നോക്കും നിങ്ങൾ. ഈ BCക്ക് പകരം ഞാൻ നെഗറ്റീവ് എഴുതിയാൽ ഇത് ഇൻ്റർചേഞ്ച് ചെയ്താൽ CB ആവും. CB എന്ന് എഴുതുമ്പോൾ BC ഉള്ളത് പ്ലസ് ഉള്ളത് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. കണ്ടോ നിങ്ങൾ? BCക്ക് പകരം CB എഴുതുമ്പോൾ മൈനസ്. അപ്പോൾ ഒന്നാമത്തതും ലാസ്റ്റത്തും സെയിം അല്ലേ. അപ്പോൾ അതും ശരിയാണ്. ഇനി മൂന്നാമത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. കാരണം AB പ്ലസ് BC പ്ലസ് CA 0 ആണ്. അപ്പോൾ ഇത് പ്ലസ് ആക്കി നോക്കും നിങ്ങൾ. ഇത് പ്ലസ് ആക്കുമ്പോൾ AC ആവും. AB പ്ലസ് BC പ്ലസ് AC ഒരിക്കലും 0 അല്ല. AB പ്ലസ് BC = AC ആണ്. ഓക്കെ, അതുകൊണ്ട് ഇതാണ് തെറ്റായ കണ്ടീഷൻ. ഓക്കെ, ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 2 ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നോട്ടുകൾ എഴുതുക. ഹോംവർക്കുകളെല്ലാം കൃത്യമായി ചെയ്യണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് വൺ ആൻഡ് ഓൾ.